നമസ്കാരം. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ കമ്മ്യൂണിസ്റ്റത്തെയും രാജ്യസഭയിൽ അലക്കിത്തേച്ചത് നിങ്ങൾ കണ്ടു കാണുമല്ലോ. നിർമ്മല സീതാരാമൻ നോക്കുകൂലിയെക്കുറിച്ച് പറഞ്ഞത് പരിഹസിച്ചത് നമ്മുടെ ശിവൻകുട്ടി സഖാവിന് പിടിച്ചിട്ടില്ല. അല്ലെങ്കിലും സത്യത്തിന്റെ മുഖം എപ്പോഴും വികൃതമായിരിക്കുമല്ലോ. ഇതേ എതിർക്കാൻ വേണ്ടിയാണെങ്കിലും കുറച്ച് പെരും നുണകൾ ശിവൻകുട്ടി സഖാവ് അടിച്ചിറക്കി. എന്നാൽ കടുവയെ പിടിച്ച കിടുവ എന്ന രീതിയിൽ ശിവൻകുട്ടിയുടെ നുണകൾ പൊളിച്ചെടുക്കുകയാണ് നമ്മുടെ ശ്രീജിത്ത് പണിക്കർ. ആദ്യം നമുക്ക് ശിവൻകുട്ടി സഖാവ് എന്താണ് പറഞ്ഞതെന്ന് നോക്കാം. നിർമ്മല സീതാരാമൻ രാജ്യസഭയിൽ നടത്തിയത് കേരളത്തെക്കുറിച്ച് തെറ്റിദ്ധാരണ പരത്തുന്ന പ്രസ്താവനയാണെന്ന് വി ശിവൻകുട്ടി. നിർമ്മല സീതാരാമൻ കേരളത്തെ അപമാനിക്കാനാണ് ശ്രമിച്ചതെന്നും ശിവൻകുട്ടി പറഞ്ഞു. നോക്കുകൂലി നിരോധിച്ചതാണ്. നോക്കുകൂലി പോലുള്ള പ്രവണതകൾക്കെതിരെ സർക്കാർ ഉത്തരവിലൂടെ നടപടിയെടുത്ത സംസ്ഥാനമാണ് കേരളമെന്നും നോക്കുകൂലി ഒറ്റപ്പെട്ട സംഭവമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നാൽ ശിവൻകുട്ടി സഖാവിന്റെ നുണകൾ പൊളിച്ചടുക്കി ശ്രീജിത്ത് പണിക്കർ എന്താണ് പറഞ്ഞതെന്ന് കൂടി നമുക്ക് നോക്കാം. പലപ്പോഴും കണ്ടുവന്നിട്ടുള്ള ഒരു പ്രവണതയാണ് കമ്മ്യൂണിസത്തെയോ കമ്മ്യൂണിസ്റ്റുകാരെയോ ആരെങ്കിലും വിമർശിച്ചാൽ ഉടനെ അത് കേരളത്തിനോടുള്ള വിമർശനമാണെന്ന് വരുത്തി തീർക്കുന്നത്. അതായത് കേരളത്തെ വിമർശിച്ചതാണെന്ന് വരുത്തി ആ കേരളീയരെ അവർക്കെതിരെ തിരിക്കുന്നത്. നോക്കുകൂലി ഒറ്റപ്പെട്ട സംഭവമാണെങ്കിൽ 30 ഏപ്രിൽ 2018 കേരള സർക്കാർ എന്തുകൊണ്ട് നോക്കുകൂലിക്കെതിരെ ഔദ്യോഗിക ഉത്തരവ് പുറപ്പെടുവിച്ചു എന്നാണ് ശ്രീജിത്ത് പണിക്കർ ചോദിക്കുന്നത്. ഇനി നമുക്ക് ആ ഔദ്യോഗിക ഉത്തരവ് എന്തായിരുന്നു എന്ന് നോക്കാം. അതായത് കേരളത്തിൽ നോക്കുകൂലി എന്ന പ്രവണത നിലനിൽക്കുന്നുണ്ടെന്നും അത് പാടില്ല എന്നും അതിലുണ്ട്. ഒരു ഒറ്റപ്പെട്ട സംഭവമാണെങ്കിൽ ഇങ്ങനെ ഒരു അറിയിപ്പ് അടിച്ചിറക്കേണ്ട കാര്യമില്ലല്ലോ. കൂടാതെ നോക്കുകൂലി കാരണം പല ബിസിനസ് സംരംഭങ്ങളും കേരളത്തിൽ വരാതെ തിരിച്ചു പോവുകയാണെന്നും അറിയിപ്പിലുണ്ട്. ഇത് തന്നെയല്ലേ രാജ്യസഭയിൽ നിർമ്മല സീതാരാമനും പറഞ്ഞത്. കേരളത്തിലും ബംഗാളിലും ത്രിപുരയിലും നോക്കുകൂലി കാരണം ബിസിനസ് സംരംഭങ്ങൾ വരുന്നില്ല എന്ന് തന്നെയാണ് കേന്ദ്രമന്ത്രിയും പറഞ്ഞത്. ഉത്തരവിന്റെ തെളിവുകൾ സഹിതമാണ് ശ്രീജിത്ത് പണിക്കർ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. ചെയ്യാത്ത ജോലിക്ക് കൂലി വാങ്ങരുത് എന്ന് അറിയിപ്പിൽ വ്യക്തമായി പറയുന്നു. ഇങ്ങനെ ചെയ്യുന്ന പക്ഷം അവരെ ശിക്ഷിക്കുമെന്നും പറയുന്നു. കേരളത്തിൽ മാത്രമാണ് ഇത്തരമൊരു നിയമം പാസാക്കേണ്ടി വന്നിട്ടുള്ള ദുര്യോഗം വന്നതെന്നും മറ്റുള്ള സംസ്ഥാനങ്ങളിലൊന്നും ഇത്തരത്തിലുള്ള നിയമങ്ങൾ പാസാക്കേണ്ട ദുര്യോഗങ്ങൾ വന്നിട്ടില്ലെന്നും ശ്രീജിത്ത് പണിക്കർ ഊന്നി പറഞ്ഞു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ISROയുടെ സാധനങ്ങൾ കൊണ്ടുവന്ന വണ്ടിയിൽ നോക്കുകൂലി വേണമെന്ന് ആരോപിച്ച് പ്രശ്നങ്ങൾ ഉണ്ടായത് നിങ്ങൾക്ക് ഓർമ്മ കാണുമല്ലോ. അതേപോലെ 2024 കൊച്ചിൻ റിഫൈനറിയിൽ സ്റ്റോക്ക് എടുക്കാൻ വന്ന ഒരു ലോറി നോക്കുകൂലി നൽകാത്തത് കൊണ്ട് തടഞ്ഞ സംഭവം ഉണ്ടായിട്ടുണ്ട്. അതേ വർഷം തന്നെ ഒരു 2-3 മാസത്തിന്റെ ഗ്യാപ്പിൽ മറ്റൊരു സംഭവം ഉണ്ടായി. ഒരു തമിഴ് സിനിമയുടെ ഷൂട്ടിംഗ് ആയിട്ട് സ്റ്റുഡിയോയ്ക്ക് വേണ്ട സാധനങ്ങൾ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് കൊണ്ടുവന്നു. ആ സാധനങ്ങൾ ഇറക്കുന്നതിന് അവരുടെ ആൾക്കാരും ഉണ്ടായിരുന്നു. അപ്പോൾ എന്നിട്ടും അവരുടെ അടുത്ത് CITU നേതാക്കൾ നോക്കുകൂലിയായി ചോദിച്ചത് 25,000 രൂപയായിരുന്നു എന്ന് ശ്രീജിത്ത് പണിക്കർ പരിഹസിച്ചു. അതായത് വണ്ടിയിൽ കുറച്ച് കമ്പികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഭാരം അനുസരിച്ചാണ് നോക്കുകൂലി ഒരു സാമൂഹിക വിപത്താണെന്നും കേരള സർക്കാർ, അതായത് കമ്മ്യൂണിസ്റ്റ് സർക്കാർ തന്നെ നിയമങ്ങൾ പാസാക്കിയിട്ടും കേരളത്തിൽ നോക്കുകൂലി നിലവിൽ നിൽക്കുന്നതാണ് ഒരു വിരോധാഭാസമെന്നും അദ്ദേഹം പറഞ്ഞു. അതായത് ഈ ഉത്തരവിറക്കിയിട്ട് 2018, ഇപ്പം ഞാൻ പറഞ്ഞ സംഭവങ്ങൾ 2024 ഉണ്ടായ സംഭവങ്ങളാണ്. അപ്പോൾ ഉത്തരവിറക്കിയിട്ടും കാര്യമൊന്നും ഇല്ല, നോക്കുകൂലി ഉണ്ട്. അങ്ങനെ ഓരോ പ്രശ്നങ്ങളും അദ്ദേഹം എടുത്തു പറഞ്ഞ് ശിവൻകുട്ടിയുടെ വാ അടപ്പിച്ചിരിക്കുകയാണ്. നന്ദി, നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.